ஐயா வணக்கம். 36 ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിന്നും കുടിച്ചും പെടുത്തും ഒരു ബസ്സിലൂടെ യാത്ര ചെയ്തത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ബസ്സിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ മക്കളെ? സത്യം പറഞ്ഞാൽ ആ ബസ് യാത്ര ചെയ്തപ്പോൾ സഖാക്കന്മാരുടെ എല്ലാം മാസ് ബീജിയം എന്ന് പറയുന്നത് സിംഗയിറങ്ങിന കാട്ടുക്കെ വിരുന്ന് ഇവൻ വേട്ടയ്ക്ക് സെതറണ്ണും ഭയന്ത് വെറും പുള്ളിക്കെല്ലാം മുട്ടുപുള്ളി എഴുതി കൊടലുറുവുറ സംഭവ ഉറുതി ഇങ്ങനെയുള്ള മാസ് ബീജി ഇട്ടുകൊണ്ടായിരുന്നു സഖാക്കന്മാരെല്ലാം സത്യം പറഞ്ഞ അറുമാതിച്ചിരുന്നത്. കരിങ്കുടി കാണിക്കുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു, എൻ്റെ പൊന്നെ ഒരു രക്ഷ. പക്ഷെ പൊതുജനങ്ങൾ സത്യം പറഞ്ഞ ആ ബസ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നെന്ന് അറിയാമോ? എൻ്റെ പൊന്നു സഖാക്കളെ, കമ്മി കുഞ്ഞുങ്ങളെ, വട്ടിക്കട്ടാര വെട്ടി പട്ടഹമോട് ജനം വിട്ടി തുടങ്ങി മകനെ, കടുകട്ടോര കുട്ടു ശകടമാണ് ശനി ശരണമാണ് ശിവനെ, ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതായി നൊസുകാരനൊരു ബസ് വാങ്ങിയതൊരു അസൽ സംഭവമായി. പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക. എങ്ങനെയാണ് സത്യം പറഞ്ഞ പൊതുജനങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്? ഈ നവകേരള ബസ്സിൽ 36 ദിവസം യാത്ര ചെയ്ത് പൗരപ്രമുഖരെന്ന് പറയപ്പെടുന്ന കുറേ സിനിമാക്കാരുടെയും മതപണ്ഡിതന്മാരുടെയും കൂടെ ഇരുന്ന് തിന്നും കുടിച്ചും നല്ല കിടില അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കുതിർത്ത പായസം എടുത്ത് പുളിശ്ശേരിയൊക്കെ ഇതുവഴി അടിച്ച് നല്ല ഭംഗിയായിട്ട് വയറും വീപ്പിച്ച് പോയതല്ലാതെ പരാതികൾ വല്ലതും പരിഹരിച്ചായിരുന്നോ? അല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമല്ലോ. 6,21,000 പരാതികളാണ് അതിന് വന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ നവകേരള ബസ്സിൻ്റെ അവസ്ഥ എന്താണ്, ആ പരാതികൾ വന്നത് എത്രയാണ്, ആ പരാതികൾ പരിഹരിച്ചോ? ഇനി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന് പോകുന്നതിന് മുമ്പ് വലിയ ഡൈനിങ് ടേബിളിൽ വലിയ രീതിയിൽ ഒരു വട്ടമേശ സമ്മേളനം നടത്തി ഒരു മൃഷ്ടാന ഭോജനമുണ്ട്. അതും പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇത് CM, അത് പ്രധാനമന്ത്രി, അൺലിമിറ്റഡ് പവർ കയ്യിലുള്ള മനുഷ്യൻ, ഇങ്ങേരും കഴിക്കുന്ന ഭക്ഷണം, പൗരപ്രമുഖരുടെ കൂടെ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഒരു ലാളിത്യവും ഒക്കെ പരിശോധിക്കണമല്ലോ. അതും പിന്നെ യോഗി ആദിത്യനാഥ് പൗരപ്രമുഖരെ കാണുന്നത്, ജനങ്ങളെ കണ്ട് പരാതി പരിഹരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, നവകേരള ബസ്സിൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് നവകേരള ബസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പൊടിയെടുത്ത് കിടക്കുന്ന ആ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കില്ല. നമ്മുടെ AK ബാലൻ അങ്ങെന്ന് പറഞ്ഞത് ഈ നവകേരള ബസ് എന്ന് പറയുന്ന ഈ സാധനം അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച വണ്ടിയാണ്. ലെനിന്റെയും സ്റ്റാലിന്റെയും തോളോട് തോൾ നിൽക്കുന്ന, വെറും ലെവലല്ല, ലോ ലെവലിൽ നിൽക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബസ്സിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ബസ് നമ്മൾ അതുപോലെ എടുത്ത് നേരെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കും. ഈ മ്യൂസിയത്തിൽ ഈ ബസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഓരോ ദിവസവും പല പല ആൾക്കാർ വന്ന് ഈ ബസ് ഇങ്ങനെ കാണുകയാണ്. ബസ് ഇങ്ങനെ കണ്ട് അവസാനം ഖജനാവ് ഇങ്ങനെ നിറയുമെന്നാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്ന കമ്മികളെല്ലാം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് ആയതുകൊണ്ട് ഡെയിലി 2 വട്ടമെങ്കിലും ഒരു അന്തം കമ്മി അത് കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണുമെന്നാണ്. ഇതോടുകൂടി നരേന്ദ്രമോദിയുടെ പട്ടേൽ പ്രതിമയൊക്കെ ഔട്ടായി പോകുന്നതാണ്. ആ നവകേരള ബസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ നവകേരള ബസ് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ മോഡിഫിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. ആശാന്റെ വിശാല മനസ്കത കണ്ടോ, ഞാനിത് മ്യൂസിയത്തിൽ വയ്ക്കുന്നില്ല, പാവം. ഈ ബസ് മ്യൂസിയത്തിൽ വയ്ക്കേണ്ട ബസ്സല്ല. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച ആ കസേര മാത്രം പ്ലഗ് ചെയ്ത് മാറ്റിയിട്ട് ഈ ബസ് ശുചിമുറി അതുപോലെ നിലനിർത്തിയിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കാനായി മോഡിഫിക്കേഷനായിട്ട് നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് അത് മോഡിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് തിരിച്ചു വന്ന് അത് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. 1.5 കോടി രൂപയ്ക്കാണ് ആ ബസ് പണിതത്. 1.5 ലക്ഷം രൂപ കൊടുത്ത് വീണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാനില്ലാതെ പല അമ്മച്ചിമാർ റോഡിൽ ഇറങ്ങി പിച്ച എടുക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഇപ്പം നമ്മൾ പറയേണ്ടതാണ്. അപ്പം അന്തം കമ്മി ചോദിക്കും, എന്തിനാടാ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അല്ല, എല്ലാം പറയണമല്ലോ പറയുമ്പോൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ വീക്ഷിക്കാൻ പോകുന്നത് നവകേരള സദസ്സ് എന്ന് പറയുന്ന സദസ്സ് നടന്നിട്ടും ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടായോ എന്നുള്ളതാണ്. ഈ നവകേരള സദസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഉമ്മൻചാണ്ടിയെ പോലെ ജനസമ്പർക്ക സദസ്സായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ അങ്ങേരൊന്നും ചിരിച്ചു പോലും കണ്ടിട്ടില്ല. അങ്ങേര് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെല്ലാം അങ്ങേരെ വട്ടത്തിൽ കൂടി നിന്ന് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സദസ്സായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ജനങ്ങളെ വടം കെട്ടിയതോ അങ്ങറ്റത്ത് കൊണ്ടു നിർത്തും. എന്നിട്ട് മുഖ്യമന്ത്രി രാജാവിനെ പോലെ ഇങ്ങനെ നടന്നു വന്ന് ഒരു തലപ്പാവൊക്കെ വെച്ച് ഇങ്ങനെ വേദിയിൽ ഇങ്ങനെ ഇരിക്കും. രായാവാണല്ലോ, വേദിയിൽ ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല, ഒരു പ്രജകൾക്ക് പോലും കറുത്ത ഒരു ഷർട്ടോ കറുത്ത ഒരു ഷഡ്ഡി പോലും ഇടാനുള്ള അവസരം അവിടെ ഇല്ല. അങ്ങനെ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആസനമല്ല എന്ന് വെട്ടിപ്പൊളക്കുമെന്ന് സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞതുപോലെ നമ്മുടെ കേരള പോലീസ് പ്രവർത്തിച്ച് കളയും. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വന്ന് ഇരിക്കുന്നു, ജനങ്ങൾ അങ്ങ് ദൂരെ വടം കെട്ടി നിർത്തുന്നു, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഫ്രണ്ടിൽ കൊണ്ട് നിരത്തുന്നു. ഉദ്യോഗസ്ഥന്മാർ പരാതി കേട്ടോട്ടെ,
ഇത് അവർക്ക് അവരുടെ ഓഫീസിൽ നിന്ന് കേൾക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തമ നീ പാർട്ടി ക്ലാസ്സിന് വരാത്തതുകൊണ്ടാണ് എനിക്കിതൊന്നും മനസ്സിലാവാത്തത് എന്ന് ഈ സഖാക്കന്മാരങ്ങ് അന്തം കമ്മികളങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ച് കളയും. പിന്നെ പോരാത്തതിന് നമ്മുടെ ഉമ്മൻചാണ്ടി പരാതി കേൾക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, രാവിലെ മുതൽ രാത്രി വരെ ഒറ്റ നിപ്പാണ്, കയ്യിലൊരു ഗ്ലാസും കാണും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നു, കുടിക്കുന്നു, പരാതി കേൾക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു, പരാതി കേൾക്കുന്നു. ഇതാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റൈൽ. ആ സ്റ്റൈലൊന്നും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് 7 ജന്മം ജനിച്ചാലായിട്ട് പിടിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും നമ്മൾ എത്ര പരാതി വന്നു? 6,21,000 പരാതി വന്നു. ഈ പരാതിയിൽ എത്ര എണ്ണം പരിഹരിച്ചു? വിവരാവകാശ രേഖ പ്രകാരം മലപ്പുറം സ്വദേശി മുർഷിദാണ് വിവരാവകാശ രേഖ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ രേഖ പ്രകാരം 46,701 പരാതികൾ മാത്രമാണ് ഇതുവരെ പരിഹരിച്ചത്. 4,88,586 പരാതികൾ ഇനിയും പരിഹരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനായിരുന്നു സഖാവെ ഈ നവകേരള സദസ്സ് നടത്തിയത്? നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ തഴയത്തട്ടിലുള്ള രുചി വൈവിധ്യങ്ങൾ അങ്ങോളം ഇങ്ങോളം ബസ്സിൽ സഞ്ചരിച്ച് നടന്ന് പൊട്ടടിച്ച് തീർക്കാനാണോ ഈ പരാതി എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമായിരുന്നു എന്ന് അന്തംകമ്മികൾ എന്താണ് മിണ്ടാതിരിക്കുന്നതെന്ന് ആർക്കും പറഞ്ഞൂടാ. എന്ത് തന്നെയായിരുന്നാലും ഇനി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സ് അരി മഞ്ചാലി ദാണ്ട കിടക്കണം എന്ന് പറയുന്നത് പോലെ തേഞ്ഞ് പണ്ടാര വടങ്ങിപ്പോയി. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നരേന്ദ്രമോദി ഒരു വിരുന്നിന് പാർലമെന്റിലെ ആൾക്കാരെ ക്ഷണിച്ചായിരുന്നല്ലോ. മോദി എവിടെയാണ് പാർലമെന്റിലെ ആൾക്കാരെ വിരുന്നിന് ക്ഷണിച്ചത്? അവരെ ക്ഷണിച്ചത് പാർലമെന്റ് ക്യാൻറ്റീനിലാണ്. പിണറായി വിജയനായിരുന്നെങ്കിൽ അവരെ മസ്കറ്റ് ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു സൗത്ത് പാർക്ക്, അല്ലെങ്കിൽ റാവിസ്, ലീല, ഇങ്ങനെയൊക്കെ ഒരു കാരണവുമില്ലാതെ ക്ഷണിച്ചേനെ. മോദി ഇവരെ ക്ഷണിച്ചത് പാർലമെന്റ് ക്യാൻറ്റീനിലാണ്. അതിനാണ് നമ്മുടെ പ്രേമചന്ദ്രനൊക്കെ പോയപ്പോൾ ഇവന്മാർ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. നമ്മുടെ മോദി അവരെ ക്യാൻറ്റീനിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ മേശയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ആ മേശയുടെ ഫോട്ടോ നോക്കിയേ. ഈ ഫോട്ടോയും ഇനി നവകേരള സദസ്സിൻ്റെ ഫോട്ടോ ഇടും. നവകേരള സദസ്സിൽ ഇതാ തിന്നുന്ന ഫോട്ടോയും നിങ്ങൾ കണ്ടു നോക്കിയേ. ഇപ്പൊ എന്താണ് തോന്നുന്നത്? ആരാണ് ലാളിത്യം വച്ച് പുലർത്തുന്നത്? അത് നരേന്ദ്രമോദി അല്ല, അത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ്, പിണറായി വിജയൻ ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ ബഹുജന വർഗ തൊഴിലാളി സംഘടനയുടെ നേതാവായതുകൊണ്ട് ഇഷ്ടംപോലെ പുട്ടടിക്കാം എന്നുള്ളതായിരിക്കും അന്തംകമ്മികളുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മുടെ ഉത്തർപ്രദേശ്, നിങ്ങളൊക്കെ പറയുന്ന ചാണക ഊപ്പിയിലെ CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥ്, ഈ യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വല്ലതും പഠിക്കാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ പരാതി കേട്ടത് യോഗി ആദിത്യനാഥ് പല ആൾക്കാരെയും കണ്ട് പരാതി കേൾക്കുന്നതിന് ഒരു വ്യത്യസ്തതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയിൽ തലപ്പാവൊക്കെ വെച്ച് വടമൊക്കെ കെട്ടി അങ്ങ് അറ്റത്തിരുത്തും. പക്ഷേ യോഗി ആദിത്യനാഥ് പരാതി കേൾക്കുന്നത് ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് ആ ജനങ്ങളെ അവിടെ കസേര ഇട്ടിരുത്തും. എന്നിട്ട് യോഗി ആദിത്യനാഥ് നിൽക്കും. അയ്യോ, ഇങ്ങനെയൊക്കെയാണോ പരാതി കേൾക്കേണ്ടത്? പരാതി കേൾക്കണമെങ്കിൽ നമ്മുടെ നവകേരള സദസ്സിലോട്ട് നോക്കണ്ടേ എന്നായിരിക്കും അന്തങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ ആ ഫാസിസ്റ്റ് ചാണക സംഖ്യയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ പരാതി കേൾക്കുന്നത്. ഇങ്ങനെയാണ് തൻ്റെ മുമ്പിൽ പരാതിയുമായിട്ട് വരുന്ന സജ്ജനങ്ങളെ അവിടെ ഇരുത്തി യോഗി ആദിത്യനാഥ് നിൽക്കും. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്ന് യോഗി ആദിത്യനാഥ് പരാതി വായിച്ചു കൂടെ നോക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പരാതി കിട്ടിയാൽ ചുരുട്ടി കൂട്ടി നേരെ കുപ്പയിലേക്ക് എറിയാണ് സാധാരണ പതിവ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസിന്റെ ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെയാണ് യോഗി ആദിത്യനാഥ് പരാതി കേൾക്കുന്നത്. ഇനി യോഗി ആദിത്യനാഥ് CM ആയപ്പോൾ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലെ നവകേരള ബസ് എടുത്തില്ല, നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ കിയ കാർണിവൽ എടുത്തില്ല. യോഗി ആദിത്യനാഥ് അവിടെ പറഞ്ഞത്, എനിക്ക് ഇതിനു മുമ്പത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള അഖിലേഷ് യാദവ് ഉപയോഗിച്ച വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി തന്നാൽ മതി. കാരണം പൊതുജനങ്ങളുടെ കാശാണെന്നാണ് 2017 പറഞ്ഞത്. അതിനുശേഷം ഉത്തർപ്രദേശിനെ പടിയായിട്ട് വികസിപ്പിച്ചിട്ടാണ് യോഗി ആദിത്യനാഥ് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ ശേഷമാണ് യോഗി ആദിത്യനാഥ് 33 കോടി ജനങ്ങളുടെ അധിപനായിട്ടുള്ള യോഗി ആദിത്യനാഥ് പുതിയ കാറുകളിലേക്ക് മാറുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഉത്തർപ്രദേശിലെ വ്യവസായം, അഗ്രികൾച്ചർ ഇവയെല്ലാം ബഹുദൂരം വികസിപ്പിച്ച ശേഷമാണ് യോഗി ആദിത്യനാഥ് പുതിയ കാറുകളിലേക്ക് മാറുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 CM ആയി പല നാളുകളിൽ യോഗി ആദിത്യനാഥിനെ സെലക്ട് ചെയ്തത്. ഇന്നലെയും പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് നമ്പർ 2 ആണ്. നമ്പർ 1 എന്ന് പറയുന്നത് നവീൻ പട്നായിക്കാണ്. പക്ഷേ ആദ്യത്തെ 5 എണ്ണത്തിൽ 4 BJP-കാരാണ്. BJP മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാക്കളെ നമ്മുടെ ആ ലിസ്റ്റിൽ പോലുമില്ല, 7 തടിപ്പിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നവകേരള സദസ്സിൻ്റെ ബസ് നേരെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മോഡിഫിക്കേഷനായിട്ട് ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് സഖാക്കന്മാർ നമ്മുടെ AK ബാലൻ അണ്ണനോടൊന്ന് ചോദിച്ചാൽ വളരെ നന്നായിരിക്കും. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.